നമ്മൾ ഉള്ളത് ആ ഫ്ളാറ്റിന് തൊട്ട് കീഴെയാണ്. ഇവിടെ നിന്ന് ഈ ഭാഗത്ത് നിന്ന് മുകളിലെ ഈ ഭാഗത്തു നിന്നാണ് ഇവിടേക്ക് കീഴേക്ക് ആ കിറ്റ് എറിയുന്നത്. തൊട്ടു താഴെ ഇവിടെ നിലം പതിക്കുന്നു. ഇപ്പോഴും ആ ബ്ലഡ് സെയിൻസ് എല്ലാം തന്നെ ഇവിടേക്ക് കിടക്കുന്നു. പക്ഷെ അവരുടെ ലക്ഷ്യം എറിഞ്ഞത് ആരായാലും അത് അവരുടെ ലക്ഷ്യം ഈ തൊട്ട് കാണുന്ന ഈ കാട് പിടിച്ച് ഏതാണ്ട് മൂടപ്പെട്ട് കിടക്കുന്ന ഈ പറമ്പാണ്, ഇവിടേക്കാണ് ലക്ഷ്യം വെച്ചതെന്നാണ് അവർ പറയുന്നത്. ഇവിടേക്ക് എറിയുന്നു. അതിനുശേഷം പക്ഷെ അതില്ലാതെ ഇവിടെ തന്നെ ഈ റോഡിൽ തന്നെ കിടക്കുകയും ചെയ്യുന്നു. ഏതാണ്ട് 7:30 രാവിലെ 7:30 ഈ സംഭവം നടക്കുന്നത്. അവരുടെ ലക്ഷ്യം ഈ കാണുന്ന ഒരു ചപ്പുകുനയിലേക്ക് വലിച്ചെറിയാൻ കഴിയും എന്ന രീതിയിൽ തന്നെയായിരുന്നു ഈ കുഞ്ഞിനെ ഇവിടേക്ക് എറിയുകയും ചെയ്തത്. പക്ഷെ അതുണ്ടായില്ല. റോഡിൽ തന്നെ, നടു റോഡിൽ തന്നെ ഇവിടെ കിടക്കുന്നു. ഇവിടെ ഭാഗ്യത്തിന് മറ്റു വാഹനങ്ങൾ, നിരവധി വാഹനങ്ങളും എല്ലാം തന്നെ കടന്നു പോകുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ എന്തുകൊണ്ടോ അത് അവർ എറിഞ്ഞ ആ കിറ്റ്, അത് കുഞ്ഞിന്റെ ശരീരം ഇവിടെ അവശേഷിച്ചു. മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു. തുടർന്നാണ് പോലീസ് ഈ സീനിലേക്ക് ഈ വിവരം അറിഞ്ഞതിനെ തുടർന്ന് പോലീസും ഈ ക്രൈം സീനിലേക്ക് എത്തുന്നു. പോലീസിന്റെ ഭാഗത്ത് തുടക്കത്തിൽ ഇത് എന്താണ് സംഭവിച്ചത് എന്നത് അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിലേക്ക് പോകുന്നു. പോലീസ് ആദ്യം ചെയ്തത് ഈ ഫ്ളാറ്റ് മുഴുവനായിട്ട് തന്നെ സീൽ ചെയ്യുക എന്നതാണ്. ആരും തന്നെ പുറത്തേക്ക് പോകാൻ കഴിയില്ല, സാധ്യമല്ല എന്ന് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തു. ഒരാൾ മാത്രം, ബാങ്ക് മാനേജർ, അദ്ദേഹത്തിന്റെ ജോലിയുടെ ഉത്തരവാദിത്വം, ഗൗരവ സ്വഭാവം പരിഗണിച്ച് അദ്ദേഹത്തെ മാത്രം പരിശോധനകൾക്ക് ചോദ്യങ്ങൾ വിശദമായി ചോദിച്ചതിനു ശേഷം അദ്ദേഹത്തെ വിട്ടയക്കുകയും ചെയ്തു. അതിനുശേഷം ഈ ഫ്ളാറ്റിൽ ഓരോ മുറിയും പരിശോധിക്കുക എന്ന രീതിയിലേക്ക് തന്നെയാണ് പോയത്. തുടർന്നാണ് 5C എന്ന പേരിലുള്ള ഫ്ളാറ്റുണ്ട്. 5C അടഞ്ഞു കിടക്കുകയാണ്. 5C 1 പോലീസ് സംഘം എത്തുന്നത്. ഇവിടെ ബാത്റൂമിന്റെ ടൈലിൽ നിന്നുമെല്ലാം ബ്ലഡ് സ്റ്റെയിൻ കണ്ടെത്തുകയും തുടർന്ന് പോലീസ് അത് ഉറപ്പിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് വിശദമായ ഒരു ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഇവരിത് സമ്മതിക്കുന്നത്. പെൺകുട്ടി തന്നെ ഇത് സമ്മതിക്കുന്നത്. അപ്പോഴും അവരുടെ വീട്ടുകാർ ഈ സംഭവം അറിഞ്ഞിട്ടില്ല എന്നതാണ് പറയുന്നത്. പോലീസ് ഭാഷ്യവും അത് തന്നെയാണ്, അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. അങ്ങനെ മണിക്കൂറുകൾക്കുള്ളിൽ കേരളത്തിൽ വലിയ രീതിയിൽ തന്നെ ആശങ്കപ്പെടുത്തിയ ഒരു സംഭവത്തിന് പോലീസ് ഉത്തരം കണ്ടെത്തുന്നു. എന്തായാലും ഇതിൽ കുറച്ചുകൂടി കാര്യങ്ങൾ കൂടി വ്യക്തത വരേണ്ടതുണ്ട്. അതായാലും പോലീസ് ആ രീതിയിലുള്ള ഒരു വിശദമായ രീതിയിൽ കുട്ടിയുടെ മൊഴിയെടുത്തത് അടക്കമുള്ള രീതിയിലേക്ക് പരിശോധനകൾ തുടരുകയാണ്. എന്താണ് ഇനി ഇത് സംബന്ധിയായി കൂടുതൽ പോലീസിന് പറയുവാനുള്ളത് എന്നത് വരും മണിക്കൂറിൽ വ്യക്തമാകും.